ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ 27:23 നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വയ്ക്കുക എന്നെഴുതിയിരിക്കുന്നു. കർത്താവ് നമുക്ക് തരുന്ന കുടുംബം, സമയം, സാമ്പത്തികം, കൂട്ടായ്മ തുടങ്ങിയവ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സുവെച്ച് പരിപാലിക്കുവാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കന്നുകാലികളെയും ആടുകളെയും നോക്കിയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഒരുവന്റെ സമൃദ്ധിയും അനുഗ്രഹവും കണക്കാക്കിയിരുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് കേവലം അറിവ് മാത്രം പോരാ, ആഴത്തിലുള്ള ശ്രദ്ധയും ഉണ്ടാകണം. അടുത്ത് ചെന്ന് പരിചരിക്കുന്ന വലിയൊരു കരുതലാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ ഈ വചനഭാഗം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്ക് ദൈവം തന്ന കുടുംബമാണ് നമ്മുടെ ആട്ടിൻകൂട്ടം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുമായും മക്കളുമായുള്ള നിരന്തരമായ ആശയവിനിമയവും അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകുമ്പോൾ തന്നെ വിഷമതകളെ മനസ്സിലാക്കുന്ന സ്വഭാവം ഉണ്ടാകണം. ഈ വചനത്തിന്റെ പുതിയ നിയമ പൂർത്തീകരണമാണ് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യേശു നല്ല ഇടയൻ എന്നെഴുതിയിരിക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയൻ ആടുകളെ നന്നായി അറിയുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ നല്ല ഇടയനായ യേശു നമ്മെ അറിയുകയും പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് എഫെസോസിലെ മൂപ്പന്മാരെ അഭിസംബോധന ചെയ്യുന്നതായി അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ കാണുന്നു. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദൈവം നമ്മെ തൻ്റെ വിഭവങ്ങളാൽ പോറ്റുന്നു. കർത്താവ് ഏൽപ്പിച്ച സഭയാകട്ടെ, കുടുംബമാകട്ടെ, ബിസിനസ് ആകട്ടെ, എല്ലാം അലസത കൂടാതെ ശ്രദ്ധയോടുകൂടി മനസ്സുവെച്ച് വിശ്വസ്തയോടെ പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.